നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് കനക അനന്തപുരിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് നന്ദു ചെന്നിട്ട് പറഞ്ഞു, അമ്മേ പറ്റുമെങ്കിൽ ചേച്ചിനെ ഒന്ന് ഉപദേശിക്കണം. നവ്യേച്ചി കാരണം അനന്തപുരിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ഏൺ ജ്വല്ലറുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോവല്ലെന്ന് പറഞ്ഞിട്ടും ചേച്ചി അവരെയൊക്കെ വെല്ലുവിളിച്ച് പോയിരിക്കുക. അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ഉപദേശിച്ച നേരെയാക്കാൻ പറ്റുമെങ്കിൽ നേരെയാക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കനക പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. പക്ഷെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുവാണെങ്കിൽ അവൾ അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ. അത് പറയാനായിട്ട് അറിയത്തില്ലാത്തോണ്ടല്ല. പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീരുന്ന് ഓർത്തിട്ട് മാത്രം. അല്ലെങ്കിൽ പണ്ടേ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേനും. ഒരു തവണ ഞാൻ പോയതല്ലേ മോളെ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് കേട്ടതും നന്ദു പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇപ്പം അവിടെ എല്ലാവരും വലിയ വിഷമത്തിൽ തന്നെയാണ്. കാരണം ആദർശേട്ടൻ മുംബൈക്ക് പോയതേക്കല്ലേ ഈ ഡീല് കിട്ടിയില്ലെങ്കിൽ അത് അനന്തപുരിക്കാരുടെ ഒരു തകർച്ച തന്നെയായിരിക്കും. ആ സമയത്ത് നവ്യേച്ചിട്ട് ഇതുപോലത്തെ ഒരു സ്വഭാവം കൂടെ കാണുമ്പോൾ ആർക്കാ സഹിക്കാൻ പറ്റുന്നത്? അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ശരിക്കും സഹിക്കുന്നുണ്ട് നവ്യേച്ചിയെ. അറിയത്തില്ലാത്തതുകൊണ്ടല്ല അവിടുന്ന് പറഞ്ഞു വിടാനായിട്ട്. പക്ഷെ നയനേച്ചിയുടെ ചേച്ചി ആയതുകൊണ്ടും പിന്നെ അറിയാലോ, ഈ പറയുന്ന അഭിയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് നവ്യേച്ചി കിടന്ന് ചാടി തുള്ളിക്കൊണ്ടിരിക്കണേ. ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ജീവിതം തകരുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മാത്രം ഒന്നും പറയാത്തെ. പക്ഷെ അതിനെ ശരിക്കും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞു. കനക പറഞ്ഞു, എന്തായാലും ഞാനങ്ങ് ചെല്ലട്ടെ മോളെ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കനക അനന്തപുരിയിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഉറപ്പായിട്ടും ഈ ഡീല് കിട്ടാനായിട്ട് പോകുന്നില്ല. അയാളെ നാണം കെട്ട് തിരിച്ചിങ്ങോട്ട് തല കുനിച്ചേ വരത്തുള്ളൂ. അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു നവ്യയുടെ മനസ്സിൽ. അപ്പോഴേക്കാണ് അബി അങ്ങോട്ട് കയറി വരുന്നത്. അബിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, എടാ ഈ ഡീല് കിട്ടരുത്, ഈ ഡീല് കിട്ടാതെ പോകാനായിട്ട് നീ പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അബി പറഞ്ഞു, പ്രാർത്ഥന വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നവ്യ പറഞ്ഞു, എനിക്ക് ഈ കുടുംബത്തോട് ശത്രുതയൊന്നുമില്ല, പക്ഷെ ആദർശുണ്ടല്ലോ അയാളുടെ ശത്രുതയാ. അയാൾ എവിടെ പോയാലും ജയിച്ചല്ലേ വരത്തുള്ളൂ. ഇത്തവണ അയാൾ തോറ്റു പോകണം. കാരണം ആ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ചിട്ട് അയാൾ വലിയ ആള് കളിച്ച് നടക്കുന്നത്. അത് കേട്ടപ്പോൾ അബിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഈ സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം ഇവൾക്ക് ഇപ്പം ഇത്ര ദേഷ്യം ആദർശനോടുള്ളെങ്കിൽ താൻ അന്നറിയുന്ന നിമിഷം ഇവള് തന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. തന്നെ പിന്നെ ഭൂമി ജീവനോടെ വെച്ചേക്കില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, കിട്ടാനൊന്നും പോകുന്നില്ല നവ്യെ, ഇത്തവണ എല്ലാവർക്കും നല്ല പേടിയുണ്ടെന്ന് പറയാണ്. സാധാരണ ആദർശേട്ടൻ പോകുന്ന പോലെ അല്ല, ഇത്തവണ പോയി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ മുത്തശ്ശൻ്റെ മുഖത്തും മുത്തശ്ശിയുടെ മുഖത്തും ഒക്കെ നല്ല ടെൻഷനുണ്ട് ഈ ഡീല് കിട്ടുമോ ഇല്ലയോ എന്ന്. അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, കിട്ടരുത്, അയാൾ എല്ലാത്തിടത്തും ജയിച്ചല്ലേ വരുന്നത്, ഇത്തവണ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സന്തോഷിക്കുകയാണ്. ഇതേ സമയത്ത് അവന്തികയുടെ അടുത്തേക്ക് ജലജ വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്, നീ അയർലൻഡിൽ പോയി വന്നതിന് ശേഷം അപ്പടി മാറി അവന്തിക. ഞങ്ങൾ പറയുന്നൊന്നും നീ അനുസരിക്കുന്നില്ല. അല്ല നിനക്കിത് എന്താ പറ്റിയത്? അത് കേട്ടിഞ്ഞപ്പോൾ അവന്തി പറഞ്ഞു, എന്ത് പറ്റാനായിട്ട്? അതെ, നിങ്ങളൊക്കെ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, എടി നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് വരെ നിന്റെ ചേട്ടനോടൊപ്പമാണ് നിന്നോണ്ടിരുന്നേ. ഇപ്പം പിന്നെ നിനക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ മാറ്റം? അതെ, നിങ്ങളോടൊപ്പം നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അങ്ങനെ തന്നെ വേണോടി, സ്വന്തം അമ്മയോട് തന്നെ വേണം നീ നിന്റെ എതിർപ്പ് കാണിക്കാനായിട്ട്, അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതി. അത് കേട്ടപ്പോൾ അവധി പറഞ്ഞു, ഇനി ഇപ്പം അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അവന്തിക അങ്ങോട്ട് കയറിപ്പോയി. അവന്തികയുടെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു തൻ്റെ അമ്മയെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ. പക്ഷെ ഇപ്പോഴിങ്ങനെ കുറ്റപ്പെടുത്തിയാൽ തനിക്കിവിടെ ഒരു പിടിച്ചെടുപ്പുണ്ടാകത്തുള്ളൂ. എല്ലാവരെയും വിശ്വസിപ്പിക്കണം, എന്നിട്ട് വേണം അനന്തപുരിക്കാർക്കിട്ട് പണി കൊടുക്കാൻ. അങ്ങനെയൊക്കെയായിരുന്നു അവന്തികയുടെ മനസ്സിലെ ചിന്ത. കണ്ടു, ഈ ഡീൽ എന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല. ആദർശ് തകർച്ചയോട് കൂടിയിട്ട് തകർന്ന് തരിപ്പണമായിട്ട് വരുന്ന കാഴ്ച കാണാൻ വേണ്ടി താൻ കാത്തിരിക്കുന്നത്. അത് പക്ഷെ അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. താനോട് അപ്പം അച്ഛനുണ്ടെന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല, അതിനുള്ള സമയമായിട്ടില്ല. അങ്ങനെയൊക്കെ അവന്തിക മനസ്സ് വിചാരിച്ചു. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കനക അനന്തപുരിയിലേക്ക് വരുവാണ്. ആ സമയത്ത് അബി അവിടെ തിരക്കിട്ട ജോലിയിലായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് കനക കയറി വരുന്നത്. കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ. കനക അബിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും അബിക്കൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് കനക പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, നല്ല പണിയാണല്ലോ എന്ന് പറയണം. അബിയൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കണം. അല്ല എന്തിയെ നവ്യൊക്കെ എന്തിയെന്ന് ചോദിച്ചു. നവ്യ മുറിയിലുണ്ടെന്ന് പറയണം. ആ എന്തായാലും ചെയ്തോ, കിട്ടിയ പണിയല്ലേ, കാരണം കാറും ഒക്കെ വാഷ് ചെയ്യുമായിരുന്നു. ഇവിടെ എന്തായാലും ജോലിക്കാർ ഈ സമയത്തില്ലാതെ നന്നായി, അതുകൊണ്ടല്ലേ അഭിമോൻ ഇങ്ങനെ നല്ല പണി ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അത് പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ നമ്മൾ ചെയ്യണ്ടാമേന്ന് ചോദിച്ചു. അയ്യോ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം, എല്ലാ ജോലികളും ചെയ്യണമെന്ന് പറഞ്ഞു.
എന്ത് ചെയ്യാനാ, കുറെ പട്ടികളൊക്കെ വേണ്ടായിരുന്നു ഇവിടെ. ഈ വീട്ടിൽ പട്ടിയില്ലല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, ഇല്ല. ആ, അല്ല, പട്ടിയും കൂടെ വേണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയല്ലേ, അപ്പൊ പിന്നെ കുറെ പട്ടികളുണ്ടെങ്കിലേ അഭിമോന് ജോലിയായല്ലോ. അതിനെ നോക്കാം, അതിനെ കുളിപ്പിക്കാം, അതിന്റെ കൂട് കഴുകാം, പിന്നെ തിരക്കോട് തിരക്കായിരിക്കില്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ അബിക്ക് ഒട്ടുകൂടെ കൂടെ ഇഷ്ടപ്പെട്ടില്ല. അബി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണേ. എന്താ മോനെ നീ നോക്കുന്നേ? ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞേ. അല്ല, ഇപ്പൊ പ്രത്യേകിച്ച് കമ്പനി ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്താണെങ്കിലും പട്ടികോടൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ ഇരിക്കാമല്ലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയായിരിക്കും. പിന്നെ അതിനെ വേണം നടത്തിക്കാൻ കൊണ്ടാവും. പിന്നെ തിരക്കോട് തിരക്ക് തന്നെ ആയിരിക്കില്ലേന്ന് ചോദിക്കണം. അതും പറഞ്ഞിട്ട് കനക അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഓ, ഇവര് കിട്ടിയ അവസരം മുതലാക്കുവാന്ന് തോന്നേ. ഒരവസരം വരും തനിക്ക് തിരിച്ചു പറയാനായിട്ട്. ശരിക്കും നാണം കെട്ടാണ് അബി അവിടെ നിൽക്കുന്നത്. ഈ സമയത്താണ് ദേവേനെ അങ്ങോട്ട് വരുന്നത്. ദേവേനെ ഇത് കുറച്ച് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോഴേക്കും ദേവേനെ അബിയോട് ചോദിച്ചു, എന്താടാ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറയണം. കനക പറഞ്ഞ് ഞാനും കേട്ടു. എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. നിനക്ക് പറ്റിയ പണിയാ പട്ടിക്കൂട് കഴിയലും പട്ടിയെ നോക്കലും ഒക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അല്ല അവരെന്തിനാ ഇതൊക്കെ പറയണേന്ന് ചോദിച്ചു. എന്തിനാ പറയണേന്നോ? നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാന്നോ? എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടോ? അതെ, നിന്നെക്കുറിച്ചുള്ള കള്ളത്തരങ്ങളെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാടാ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? അവർക്കൊന്നും അറിയത്തില്ലെന്നോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സത്യങ്ങളൊക്കെ നബി അറിയുന്ന സമയത്തുണ്ടല്ലോ, പിന്നെ നിന്റെ ജീവിതം തീർന്നു. എപ്പോഴാ കനക അത് പറയണമെന്നറിയത്തില്ല. കനകയും ഗോവിന്ദനും എങ്ങാനും നബിയോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കും സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലെന്ന് ചോദിച്ചു. അവര് പറയാതിരിക്കാൻ നീ നോക്കിക്കോളാൻ പറയാണ്. അബിക്കൊന്നും പറയാൻ പറ്റിയില്ല. പിന്നീട് ദേവേനെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് കനയുടെ അടുത്തേക്ക് നയന വന്നു. കനയെ കണ്ടു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നയന കനയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട്. അതെ മോളെ, മോളെ പിന്നെ നബിയനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് പറയാണ്. പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നന്ദുവിന് എങ്ങനെയുണ്ടെന്നൊക്കെ. ഇപ്പൊ കുഴപ്പമില്ല, അവള് കുറച്ച് നടക്കാറായി. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് അവൾ ഇരിക്കുന്നത്. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ ശരിക്കും കുറഞ്ഞിട്ട് വിട്ടാൽ മാത്രം മതിയമ്മേ. അവളുടെ സ്വഭാവം അറിയാലോ. ഇത്തിരി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കനക ചോദിക്കുകയാണ്. അല്ല മോൾക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഛർദിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല എന്ന് പറയാണ്. പിന്നെ ആദർശിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, ആദർശേട്ടൻ പോയപ്പോൾ മുതൽ ഇവിടെ എല്ലാവർക്കും ടെൻഷനുണ്ട്. എല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ്. അമ്മയ്ക്ക് അറിയാലോ. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. അതെ മോളെ, എനിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ്. സാരമില്ല, മോള് ധൈര്യമായിട്ടിരിക്കുക. ഞാനും പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ഡീല് കിട്ടുമെന്ന് പറയാണ്. ഇനിയിപ്പോൾ മോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന പറഞ്ഞു, എനിക്കതൊക്കെ അറിയാമേ. എന്നാലും ഇപ്പം നവ്യേച്ചിയുടെ കാര്യം നിന്നെ ആലോചിച്ച് നോക്കി. അത് കേട്ടപ്പോൾ കനക പറഞ്ഞു, അവളുടെ കാര്യത്തെക്കുറിച്ച് മിണ്ടായിരിക്കുന്ന ഭേദം. നവ്യേച്ചി നമ്മളാരും പറഞ്ഞാൽ അനുസരിക്കില്ലമ്മേ. നവ്യേച്ചി കാരണം ഈ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. മുത്തശ്ശനൊന്നും പിന്നെ ഒന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ ശത്രുക്കളായിട്ടാണ് നവ്യേച്ചി കാണുന്നേ. നവ്യേച്ചി എന്തോ വാശി പോലെ ഇപ്പം ആ എൻ ജ്വല്ലറിക്കാരുമായിട്ട് 2 വർഷത്തെ എഗ്രിമെന്റാ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ കുടുംബത്തിന് എതിരാളികൾ അവരിൽ നിന്നുള്ള കാര്യം നവ്യേച്ചിക്ക് നന്നായിട്ടറിയാം. ഇതിനൊക്കെ പിരികേറ്റി വിടുന്ന അബിയും പിന്നെ അതുപോലെ തന്നെ അപ്പച്ചിയും കൂടെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കനക പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും മോളെ? സത്യങ്ങളൊക്കെ ഒരു വേള അങ്ങ് തുറന്നു പറഞ്ഞാളെന്ന് എനിക്ക് തോന്നുക. വേണ്ടമ്മ, അത് ശരിയാവത്തില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല. ചിലപ്പം നവ്യേച്ചി സ്വന്തം ജീവൻ തന്നെ അവസാനിപ്പിച്ചെന്നിരിക്കും. പിന്നെ നമുക്കത് വല്ലാത്തൊരു വേദന തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അത് ശരിയാ, അതൊക്കെ ഓർത്തിട്ട് മാത്രം. പക്ഷെ എത്ര കാലം ഇങ്ങനെ മൂടി വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ചോദിച്ചു. എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. എന്തായാലും അവളെ ഞാനൊന്ന് കാണട്ടെ, കണ്ടിട്ടോ ബാക്കി കാര്യമുള്ളെന്ന് പറയണം. അങ്ങനെ നേരെ നവ്യനെ കാണാനായിട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് നവ്യ മുറിയിലുണ്ടായിരുന്നു. കനയെ കണ്ട് വലിയ മൈൻഡൊന്നും കാണിച്ചില്ല. ഈ സമയത്ത് കനക എന്നിട്ട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണെന്ന് ചോദിക്കുക. നമ്മുടെ സുഖവിവരമൊക്കെ ആരിലും തിരക്കാറുണ്ടോയെന്ന് ചോദിച്ചു. അതെന്താ നവ്യ നീ അങ്ങനെ ഒരു സംസാരം? അല്ല, എന്നെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒരു സമയമില്ലോ. നിങ്ങൾക്ക് നന്ദുണ്ട്, നിങ്ങളുടെ ഇളയ മോളും പിന്നെ നിങ്ങളുടെ 2ാമത്തെ മോളും ഉണ്ടല്ലോ. എനിക്കൊരാപത്ത് വന്നിപ്പോൾ നിങ്ങളാരും തിരിഞ്ഞു നോക്കിയില്ലോ. എൻ്റെ അഭി ജയിലിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കില്ല. നിങ്ങളടുത്ത് ഞാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നതല്ലേ? അതാണോ കാര്യം? അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാ അവനെ സപ്പോർട്ട് ചെയ്യാൻ വരാതിരുന്നേ. അവനെ ഇറക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. അവനാള് കുറുക്കനാന്ന് പറയണം. അത് കേട്ടപ്പം നവിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുറുക്കൻ, അത് നിങ്ങളുടെ 2ാമത്തെ മോളുടെ കെട്ടിയവനാ, ഇപ്പൊ പോയിട്ടുണ്ട്.
മുംബൈക്ക്. ഒരു കാരണവശാലും ആ ഡീല് കിട്ടാൻ പോകുന്നില്ല. ജയിച്ചു വരുമെന്നും പറഞ്ഞിട്ട് പോയിരിക്കുന്ന തോറ്റു തുന്നം പാടിയായിരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ കനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എടി നിന്റെ ഈ അധിക പ്രസംഗം ഉണ്ടല്ലോ, നിന്റെ കാരണം തീർത്ത് ഒറ്റ എണ്ണം തരുവാ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് കൈ നോക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഇതേ ഇനി മേലാല് ഇത്തരം കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാണ്ടല്ലോ മോളാൻ നോക്കത്തില്ല, നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നബി പറഞ്ഞു, എന്താ തല്ലാത്തെ, തല്ലാൻ പറയാണ്. അത് കേട്ടപ്പോൾ കനക പറഞ്ഞു, നിനക്കിട്ട് തല്ലി കിട്ടേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം നിന്നെ ഇവിടെ തല്ലി കൊല്ലുക ചെയ്യണ്ടേ, പക്ഷെ ഞാനായിട്ട് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, തല്ലി കൊന്നോ, എന്നാലും കുഴപ്പമില്ല. കനക വെച്ച്, നിനക്ക് എന്താ നബിയെ, നീ എന്തിനായി ഏൻ ജ്വല്ലറിക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ പോയത്? അവരുടെ പരസ്യത്തിൽ എഗ്രിമെന്റ് വെക്കാൻ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഓ, അതാണ് അപ്പോൾ വലിയ കാര്യം. അത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. അത് ഫോണിൽ കൂടെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ കനക പറഞ്ഞു, ദേ നബിയെ, നീ ചെയ്യുന്നുണ്ടല്ലോ ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, ഞാൻ ചെയ്യുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് ജോലിയും കൂലിയൊന്നുമില്ല. നിങ്ങളുടെ ഇളയ മോള് വലിയ പോലീസുകാരിയല്ലേ, പിന്നെ രണ്ടാമത്തെ മോളും വലിയ ഡിസൈനറാണ്. എനിക്ക് ജോലിയും കൂലിയില്ല. എനിക്കും എൻ്റെ ഭർത്താവിനും ജീവിക്കണ്ടേ, ഭർത്താവിനും ജോലിയില്ല. അപ്പം പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തിട്ടാ. അത് കേട്ടപ്പോൾ കനകയ്ക്ക് ദേഷ്യം വന്നു. കനക പറഞ്ഞു, നിനക്കെന്താ ഇവിടെ ജീവിക്കാനുള്ള മുതലും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അതെ, ഞങ്ങളുടെ കാര്യത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ പോയി ഒരു 10 രൂപയ്ക്ക് കൈ നീട്ടേണ്ട ഗതികേടാ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ചു തന്നെ ജീവിക്കുന്നേ. നിങ്ങളുടെ രണ്ടാമത്തെ മോള് ഡിസൈനറായി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെയൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞാൽ കനക പറഞ്ഞു, ഇപ്പം നീ പറയുന്നതിനൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം നിനക്ക് കണക്ക് പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ കണക്ക് പറഞ്ഞോളാം എന്നും പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. കനയ്ക്കാണ് അവളെ അവിടെ ഇട്ട് ചവിട്ടി കൊല്ലാനുള്ള ദേഷ്യം വന്നു. എന്ത് ചെയ്യാൻ പറ്റും, മോളായി പോയില്ലേ, അല്ലെങ്കിൽ പിന്നെ എന്തേലും ചെയ്യായിരുന്നു. സത്യങ്ങളൊക്കെ ഒരു പക്ഷേ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകരുമല്ലോ എന്നോർത്ത് മാത്രം കനകയൊന്നും മിണ്ടാതിരുന്നേ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.